രാവിലെ നല്ല മുട്ടൻ പണി കിട്ടി കണ്ടോ. ഞാനിത് ഇന്നലെ വാങ്ങാൻ പറഞ്ഞിട്ട് വാങ്ങിച്ചില്ല പുള്ളിക്കാരൻ, ഇന്ന് വാങ്ങിച്ചു. അപ്പോൾ അതെ, ഇത് അത്യാവശ്യം വലിയ ചാളയാണ്. എന്ന് വെച്ചാൽ ഒത്തിരി വലുതല്ല, മീഡിയം. അപ്പോൾ ഇത് വറക്കണം. ഇതും കൊണ്ട് ഞാൻ പീര വെക്കണമെന്ന് ഓർത്തുകൊണ്ടായിരിക്കണം കേട്ടോ. അപ്പോൾ പച്ചമുളക് കുറച്ച് ബാക്കിയുണ്ട്, കുറച്ചല്ല, അത്യാവശ്യം പച്ചമുളകുണ്ട്. അപ്പോൾ പച്ചമുളകും ഒക്കെ ചേർത്ത് നമുക്ക് അടിപൊളിയായിട്ടൊന്ന് പീര വയ്ക്കണം. അപ്പോൾ ഞാൻ നന്നാക്കിയൊക്കെ എടുക്കട്ടെ കേട്ടോ. അപ്പോൾ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. മീനൊക്കെ നന്നാക്കി ക്ലീൻ ചെയ്തെടുക്കട്ടെ. ഞാൻ ഒരുപാട് തിരക്കുള്ള ദിവസമായിരുന്നു കേട്ടോ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാവിലെ തേക്കാൻ വന്നു. അപ്പോൾ പുള്ളിക്ക് പുട്ടും പയറും ഒക്കെ കൊടുക്കണം. നമ്മുടെ വീട്ടിൽ നിന്ന് തേക്കും എന്തെങ്കിലുമൊക്കെ കൊടുക്കണ്ടേ, രാവിലത്തെ ഭക്ഷണം. അപ്പോൾ അതൊക്കെ കൊടുത്തു. പിന്നെ ഇപ്പം മീൻ മേടിച്ചുകൊണ്ടിരാൻ പറഞ്ഞ് രാവിലെ ഉള്ള പണികളൊക്കെയാണിത്. നന്നാക്കിയൊക്കെ എടുത്ത് ക്ലീൻ ഒക്കെ ചെയ്ത് എല്ലാം ഒന്ന് ഭംഗിയാക്കി എടുക്കണം. ചാളയല്ലേ, അപ്പോൾ ചാള ഒത്തിരി നല്ലതാണ് കഴിക്കാൻ. പക്ഷേ ഞാൻ അത് കഴിഞ്ഞിട്ട് തുണി അലക്കിയിടാണ്ടായിരുന്നു, കുറേ തുണി ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കഴുകിയിട്ടു. ഈ മീനെ തൊട്ടേച്ച് എനിക്ക് തുണിയുമ്പോൾ തൊടുന്നത് ഇഷ്ടമല്ല കേട്ടോ. എല്ലാവർക്കും അങ്ങനെ ആയിരിക്കും. അപ്പോൾ ഞാൻ അങ്ങനെ തന്നെയാണ്. മീൻ തൊട്ട് കഴിഞ്ഞാൽ പിന്നെ ഞാൻ തുണിയൊന്നും തുണിയുമ്പോൾ തൊടില്ല. അതൊക്കെ വാഷ് ചെയ്തിട്ടു. പിന്നെ ഇതൊക്കെ നന്നാക്കി ക്ലീൻ ചെയ്തെടുക്കട്ടെ. അപ്പോൾ ഞാൻ മീനെല്ലാം 1 കിലോ മീനുണ്ടായിരുന്നു. അത് പകുതി വറക്കാനും പകുതി പീര വയ്ക്കാനും കൂടെ ആയിട്ട് ഒക്കെ വെട്ടി കഴുകി വൃത്തിയാക്കി എടുത്തു കേട്ടോ. മറ്റേത് നമുക്കൊന്ന് കുരുമുളകൊക്കെ ചേർത്തൊന്ന് ചാള വറുത്തെടുക്കണം. പിന്നെ പീര വയ്ക്കണം. ആദ്യമേ തന്നെ നമുക്ക് വറക്കാനുള്ളതിന് എന്തൊക്കെ ചേർക്കേണ്ടത് നോക്കാം കേട്ടോ. ആദ്യമേ തന്നെ ഞാൻ കുരുമുളക് ഇവിടെ പൊടിച്ച് വെച്ച കുരുമുളക് കേട്ടോ. പിന്നെ മഞ്ഞൾപ്പൊടി, വീണ്ടും മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അല്പം ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടെ ചേർത്തുണ്ട് കേട്ടോ. ആവശ്യത്തിന് ഉപ്പ്. ഇതിപ്പോൾ 1/2 കിലോ ചാളയുണ്ട്. ഇതെല്ലാം കൂടി നമുക്കൊന്ന് മിക്സ് ചെയ്ത് നമ്മുടെ ചാള വറുത്തെടുക്കാം. ഗ്യാസ് കത്തിക്കട്ടെ. വെളിച്ചെണ്ണ ചൂടായിട്ടോ. നമുക്ക് നമ്മുടെ ചാള ഓരോന്നായിട്ട്, ചാള വറക്കാനൊക്കെ എല്ലാവർക്കും അറിയാം. എന്നാലും എനിക്ക് നിങ്ങളെ കുറച്ച് നേരം കാണാലോ, നിങ്ങൾക്കും എന്നെ കാണാലോ എന്നൊക്കെ ഓർത്താണ് ഞാൻ കുറച്ച് നേരം നിങ്ങളൊക്കെ ആയിട്ട് സംസാരിക്കുന്നത്. നമുക്കതൊക്കെ ഒരു സന്തോഷമല്ലേ. അപ്പം എല്ലാവരുടെ അഭിപ്രായമൊക്കെ പറയുക. ചാളയുടെ അതിനോടൊപ്പം കയറട്ടെ. അപ്പോൾ ഈ സമയം കൊണ്ട് ഞാൻ തേങ്ങ മിക്സിയിലൊന്ന് കറക്കിയെടുത്തു കേട്ടോ. നമുക്ക് ചട്ടി അടപ്പത്ത് വെച്ച് കൊടുക്കണം. ഭയങ്കര ചൂടാട്ടോ. മുറ്റത്തും വെയിലത്തും ഭയങ്കര ചൂടാണ്. കാര്യം മിനിഞ്ഞാന്ന് മഴ പെയ്തു എന്ന് പറഞ്ഞാലും ഇന്നിപ്പോൾ ഭയങ്കര ചൂട്. ഇന്ന് തന്നെയല്ല, ഇന്നലെയും ചൂടായിരുന്നു. ചാള കണ്ടോ, ചാള നല്ല കഴിഞ്ഞിട്ട് നമുക്കതിനൊന്ന് മറിച്ചിടാറായോ നോക്കാം. ആവണത് ചട്ടി ചൂടായിട്ടോ. നമുക്ക്
ഇതിലേക്ക് മീനിട്ട് കൊടുക്കുക. ലാസ്റ്റ് ഇതെല്ലാം കൂടി തിരുമ്മിയാണ് നമ്മൾ പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് അടപ്പത്ത് വയ്ക്കണം. തേങ്ങയും പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം കൂടി മിക്സ് ചെയ്തോളൂ. മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. കൈ തുടയ്ക്കാൻ പോയില്ല കേട്ടോ, ഞാൻ തുടയ്ക്കാൻ പോയത് ഇത് വലിയ അടുപ്പാണ്. പിന്നെ ആവശ്യത്തിന് ഉപ്പ്, പുളിയുണ്ടല്ലോ, അപ്പോൾ ആവശ്യത്തിന് ഉപ്പ്. പിന്നെ ഞാൻ പച്ച വെളിച്ചെണ്ണ, വെളിച്ചെണ്ണയൊക്കെ എന്തോരം ചെന്നാലും നല്ലതാണ്. നമുക്ക് പുളി ഇട്ട് കൊടുക്കാം. കഴുകി വെച്ച പുളി നമ്മുടെ കൈ കൊണ്ട് തന്നെ, ചൂടായിട്ടില്ല കേട്ടോ, ചൂടാവുന്നുണ്ട്. നല്ലവണ്ണം തിരുമ്മി മിക്സിയുടെ ജാറ് കഴുകിയ വെള്ളം കൂടെ നമുക്ക് ഒഴിച്ച് കൊടുക്കാം. മഞ്ഞൾപ്പൊടിയൊക്കെ ഇളകി വരും കേട്ടോ. വേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കണം. വേപ്പില എടുത്ത് വെച്ചത് വാടിപ്പോയി. എൻ്റെ വേപ്പിലയായി വരണമല്ലോ, അപ്പോൾ അത് ഞാൻ നമ്മുടെ കിഴക്കേന്ന് എടുത്ത് കൊണ്ടുപോകാം. അടച്ച് വെച്ചാൽ അവിടെ നിന്ന് വേറട്ടെ. നമ്മുടെ ചാള മച്ചതാറായോ നോക്കട്ടെ കേട്ടോ. മച്ചതാറായി. അപ്പം നമ്മുടെ ചാളയൊക്കെ ഇവിടെ കണ്ടോ മുരിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്കിത് ഓരോന്നായിട്ട് പ്ലേറ്റിലേക്ക്. ചാള വറക്കാനും കുഴപ്പമില്ല, പറ്റിക്കാനും കുഴപ്പമില്ല. പക്ഷേ ഉണ്ടല്ലോ, ഇനി ഞാൻ എത്ര പണി ചെയ്താലാണ് എൻ്റെ പൊട്ടിത്തെറിച്ച് വെളിച്ചെണ്ണ അയക്കണമുണ്ടോ, അതെല്ലാം തുടച്ച് കണ്ടോ, ഇതെല്ലാം ആയിരുന്നു. അതെല്ലാം മാറ്റിയെടുക്കണമെങ്കിൽ ഭയങ്കര പാടാണ്. ഒന്നര അറ്റത്തിരുന്നും ആയിട്ടില്ല. അപ്പോൾ നമുക്കത് സൈഡിലേക്ക് മാറ്റി വയ്ക്കും. ചാള എപ്പോഴും മുരിഞ്ഞ് വന്നാലാണ് ടേസ്റ്റ്. പിന്നെ ചാള പൊള്ളിക്കും എല്ലാം. ചാള എങ്ങനെ ആക്കിയാലും ടേസ്റ്റാണ്. എങ്ങനെയായാലും ചാള കുട്ടികൾക്കൊക്കെ കൊടുക്കാനും ഉള്ളി കളഞ്ഞ് കൊടുക്കണമെന്നുള്ളൂ. ചില സമയത്ത് ചാളക്ക് ഒരുപാട് മുള്ളുണ്ട് കേട്ടോ. ഈ സൈഡിലേക്ക് നമുക്ക് അല്പം വെളിച്ചെണ്ണ കൂടി വെച്ച് കൊടുക്കാട്ടോ. സൈഡിൽ എണ്ണയുണ്ട്, എന്നാലും നമ്മുടെ പീര എന്തായാലും നമുക്ക് നോക്കാട്ടോ. കണ്ടോ, പീര ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കട്ടോ. അടിപൊളി കണ്ടോ, വെള്ളം വെച്ച് വരുന്നു. പെട്ടെന്ന് വേവുമല്ലോ, ചാളയല്ലേ. ചാളി നമ്മുടെ പീരയൊക്കെ റെഡിയായി കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങളെല്ലാവരും ഇഷ്ടപ്പെട്ട് ഷെയർ ചെയ്ത് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. എന്നാലാണ് എനിക്ക് എൻ്റെ വീഡിയോയ്ക്കൊക്കെ ഒരു പ്രോത്സാഹനം കിട്ടണമെങ്കിൽ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടില്ലാണ്ടൊന്നും നമ്മൾ ഇത്ര വരെ എത്തിച്ചേരില്ല. അപ്പോൾ എൻ്റെ മീനൊക്കെ അങ്ങനെ ഇരുന്ന് റെഡിയായി വരികയാണ്.
പുറത്ത് ചൂടും. അപ്പം ഇനി ഞാൻ ഈ അടുക്കളയിൽ ഇപ്പോൾ സലാം പറഞ്ഞ് പോട്ടോ. അടിപൊളി. ഇനി മറ്റവന്മാരവിടെ ഇരുന്ന് പതുക്കെ ഇരുന്ന് വേവട്ടെ. തീ ഞാൻ കുറച്ച് വെച്ചേക്കാം കേട്ടോ. അപ്പോൾ അതേ എൻ്റെ മീൻ പീര ഇവിടെ റെഡിയായി. കണ്ടോ, നല്ല മഞ്ഞ കളറാട്ടോ. ഇത് കളർ കണ്ടിട്ട് ഇങ്ങനെ ആയിപ്പോയതാണ് ലൈറ്റ് വെട്ടത്തിൽ. പിന്നെ അതേ എൻ്റെ ചാള മത്തി ഫ്രൈ, മോര് കാച്ചിയെന്ന് വെച്ച് കഴിഞ്ഞാൽ മോര് പച്ചമുളക് കൊണ്ട് എടുത്തത്. പിന്നെ അതേ ചെറുപയർ. അപ്പോൾ ഇന്നെനിക്ക് മുട്ടൻ പണിയായിരുന്നു. ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ടാറ്റാ, ബൈ.